ടി സിദ്ദിഖ് MLA, ഇപ്പോഴവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാണല്ലോ. അല്പസമയത്തിനകം കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയാണ്. രാവിലെ അദ്ദേഹത്തിന്റെ മകൾ ആരതിയുമായി സംസാരിച്ച കാര്യം താങ്കൾ പറയുകയുണ്ടായി. പൂർണ്ണമായ ഒരു ശാന്തിയിലേക്ക് കശ്മീർ താഴ്വര എത്തിയിട്ടുണ്ടോ? എന്താണ് ശ്രീനഗറിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? ഒന്ന്, ശ്രീനഗർ മേഖലയിൽ കനത്ത സൈനിക ബന്ദോബസ്തിൽ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ സാധാരണഗതിയിൽ അവർ പുറത്തിറങ്ങുകയും അവരുടെ ദൈനംദിന ജീവിതക്രമവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് പ്രതിഷേധങ്ങളും ഞങ്ങൾ കണ്ടു. പ്രതിഷേധം മുഴുവൻ ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെതിരെ തദ്ദേശീയരായിട്ടുള്ള കാശ്മീരി ജനതയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഞങ്ങൾ തന്നെ പലരോടും ഇവിടെ സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെട്ടതോടുകൂടി അവരുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റമുണ്ട്. കാശ്മീരികളുടെയും കാശ്മീരിന്റെയും സാമ്പത്തിക വികാസത്തിന്റെ അടിത്തറ ഒന്ന്, ഏറ്റവും പ്രാധാന്യമുള്ളത് വിനോദസഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം അവരുടെ ജീവിതത്തെയും അവരുടെ സാമ്പത്തിക ഉദ്ധാരണ നടപടികളെയും അവരുടെ സ്വസ്ഥതയെ തകർക്കാനുമുള്ള വലിയ ഭീകരാക്രമണമായി അവർ ഇതിനെ കണക്കുകൂട്ടുകയാണ്. അവരെല്ലാം കൃത്യമായി പറയുന്നുണ്ട്, ഇതിന് നേതൃത്വം കൊടുത്തത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം കാശ്മീർ ശാന്തമായി മുന്നോട്ട് പോകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കനത്ത തിരിച്ചടി നൽകണം. സാധാരണക്കാരായിരിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കെതിരെ നടത്തിയ ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവർ തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഇന്ന് സംസാരിച്ചതും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, കാശ്മീർ താഴ്വര പൊതുവെ ശാന്തമായും സമാധാനപരമായും മുന്നോട്ട് പോവുകയാണ്. റോഡ് ഗതാഗതം പൂർണ്ണമായും തുറന്നു കൊടുക്കുകയും അഡീഷണൽ ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ ഇട്ടുകൊടുക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറായി. ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായ മുഴുവൻ ആളുകളെയും, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് അതിനെ തുടർന്ന് ഇവിടെ കുടുങ്ങിപ്പോയ കുറെ ആളുകളുണ്ട്. എന്നെ വിളിച്ചതായ മുഴുവൻ നമ്പറുകളും ഒക്കെ ഞാൻ എടുത്ത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇപ്പം വീണ്ടും ഈ ആക്രമണം വന്നതോടുകൂടി വീണ്ടും ഒരു പ്രയാസം നേരിടുകയാണ്. അവരെ മുഴുവൻ നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികളാണ് വേണ്ടത്. തീർച്ചയായും അഭിലാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശ്രീ രാമചന്ദ്രന്റെ മൃതദേഹം ഇന്നലെ രാത്രിയൊക്കെ ആരതി എന്ന് പറയുന്ന രാമചന്ദ്രന്റെ മകളോട്, ഒരു ധീരയായ ഒരു കുട്ടിയാണ്, ഞാൻ അവരെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. ഞാനത് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു. ആ കുട്ടി ഇന്നലെ കാണിച്ചൊരു ധൈര്യം, നമ്മുടെ പലരുടെയും രക്തസാക്ഷികളായിട്ടുള്ള നമ്മുടെ ഭാരതീയരുടെ ജനങ്ങളുടെ കുടുംബങ്ങൾ കാണിച്ച ധൈര്യം, അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അമ്മ ഹൃദ്രോഗിയാണ്. അമ്മയെ ആ കുട്ടി സ്റ്റാർ ഓഫ് കാശ്മീർ എന്ന് പറയുന്ന അവരുടെ താമസിച്ച ലോഡ്ജിൽ കൊണ്ടുപോയി ചെന്നാക്കി. മരണമടഞ്ഞ അച്ഛന്റെ മൃതശരീരം SGM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവൻ ഇന്ന് കാലത്ത് പൂർത്തിയാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി അമ്മയെ അറിയിക്കാതെ ആ കുട്ടി തിരിച്ച് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, അച്ഛന് ചെറിയ പരിക്കുണ്ട്, ചികിത്സ നല്ല രീതിയിൽ കൊടുക്കാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം എന്നുള്ളത് ആ കുട്ടി പറയും. ഞങ്ങൾ നിരന്തരം ആ കുട്ടിയുമായി സംസാരിച്ചിരുന്നു. ഞാൻ ആ കുട്ടിയുടെ ബ്രദർ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ്. ഞാൻ അരവിന്ദ് എന്ന് പറയുന്ന അവരുടെ ബ്രദറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കാലത്ത് തന്നെ ഇവരുടെ പ്രൊസീജിയർ പൂർത്തിയാക്കി പോലീസ് കൺട്രോൾ റൂമിൽ അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഫൈനൽ ഒബിച്വറി നൽകി ഓരോ ബോഡിയും നാട്ടിലേക്ക് പോകാനുള്ള ഷെഡ്യൂൾ അടക്കം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അരവിന്ദ് നേരെ എയർപോർട്ടിലേക്ക് പോയി അമ്മയെ അവിടെ നിന്ന് റിസീവ് ചെയ്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് അവർ ബാംഗ്ലൂരിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്ത് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന നടപടി സ്വീകരിച്ചു. അല്പസമയത്തിനകം അവിടെ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ആക്രമണം കാശ്മീരികളെയും കാശ്മീരിനെയും തകർക്കാൻ രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ
കടുത്ത മുറിവും വേദനയുമാണ്. ഇത് രാജ്യത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇന്ത്യയെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് ആഭ്യന്തര കുഴപ്പത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനവും ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കേണ്ട സമയമല്ലത്. രാജ്യത്തെയും ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി ഇതിനെതിരെ കണക്ക് പറഞ്ഞ് പ്രതികാരം നടത്താനുള്ള അവസരമാണിത്. അത് ഒന്നിച്ച് അതിനാവശ്യമായ നടപടികൾക്ക് ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ സൈന്യം ധീരരാണ്. ആ സൈന്യം അതിന്റെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കും. തെളിവുകൾ മുഴുവൻ ഹാജരാക്കും. അതിനുള്ള പകരവും അവർ നിർവഹിക്കും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായും.